Allah 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 Yes. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ താരീഖുൽ ഖുലഫാ വൽ അഇമ്മ എന്ന കിതാബാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ബുക്ക് കാണും. താരീഖുൽ ഖുലഫാഇ വൽ അഇമ്മത്തി, ഖലീഫമാരുടെയും ഇമാമുമാരുടെയും ചരിത്രം. ഈ കിതാബിൽ നമ്മൾ ഈ വർഷം കുറേ ചരിത്രങ്ങൾ പഠിക്കും. ചരിത്രം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഈ കിതാബിൽ പറയാൻ പോകുന്നത് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭരണം നടത്തിയ മഹത്തുക്കളായ 4 ഖലീഫമാർ. അവരാരൊക്കെയാണ്? അത് നമ്മൾ പഠിക്കും. ആ ഖലീഫമാരാരൊക്കെയാണ്? പിന്നെ അതിനുശേഷം മദ്ഹബിൻ്റെ 4 ഇമാമുമാർ, അവരാരൊക്കെയാണ്? അവരുടെ ചരിത്രം. അപ്പോൾ ഈ പുസ്തകം അങ്ങനെയുള്ള മഹത്തുക്കളുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിത് പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും അവരവരുടെ കിതാബുകൾ കയ്യിലെടുക്കുക. ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഖിയാം, എഴുന്നേറ്റ്. ഉസ്താദ് പറയുന്നത് പറയണം. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. തുടക്കത്തിന് ചില മര്യാദകളുണ്ട്. ഉസ്താദ് പറയുന്ന പോലെ പറയണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പറഞ്ഞോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികൾ ഇരുന്നേ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി പഠിക്കാം. ഫസ്റ്റ് പാഠത്തിൻ്റെ പേരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ. കണ്ടോ, പാഠം 1 എന്താ? അൽ ഖുലഫാ ഉർ റാഷിദൂൻ, ഖുലഫാ ഉർ റാഷിദീങ്ങൾ. പാഠത്തിൻ്റെ പേരെന്താ? അപ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ ഫസ്റ്റ് താരീഖിലെ ഫസ്റ്റ് പാഠം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അൽ ഖുലഫാ ഉർ റാഷിദൂൻ, സന്മാർഗികളായ റാഷിദൂൻ, സന്മാർഗികളായ ഖലീഫമാർ. അൽ ഖുലഫാ ഉർ റാഷിദൂൻ, റാഷിദൂന, അൽ ഖുലഫാ ഉർ റാഷിദൂന, സന്മാർഗികളായ 4 സന്മാർഗികളായ ഖലീഫമാർ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഒന്ന് നോക്കിയേ, ഉസ്താദ് വായിക്കാം. മലയാളത്തിലാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തെ നയിച്ച ഖലീഫമാരെക്കുറിച്ചും അവരുടെ മഹത്വങ്ങൾ, ഭരണ നേട്ടങ്ങൾ, അവരുടെ കാലത്തെ പ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഈ കിതാബിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഭരണം നടത്തിയ 4 ഖലീഫമാർ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതിനിധികൾ. ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ്. പ്രതിനിധി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പ്രതിനിധികളായ 4 ഖലീഫമാർ, അവരുടെ മഹത്വങ്ങൾ എന്താ, അവരുടെ ശ്രേഷ്ഠത, അവരുടെ ഭരണ നേട്ടങ്ങൾ, അവരുടെ കാലത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ, ഇവകളൊക്കെയാണ് ഈ പാഠത്തിൽ, ഈ പുസ്തകത്തിൽ പറയുന്നത്. നോക്കൂ കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ പ്രതിനിധികളായി ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുത്ത് ഭരണം നടത്തിയവരെയാണ് ഖലീഫമാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഖലീഫമാരെന്നാൽ എന്ത്? ആരാണ് ഖലീഫമാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ, അതായത് നബിതങ്ങളുടെ പ്രതിനിധികളായി ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുത്ത് ഭരണം നടത്തിയവരെയാണ് ഖലീഫമാർ എന്ന് പറയപ്പെടുന്നത്. ഖലീഫമാർ 4 പേരാണ്. ഈ പറയപ്പെട്ട ഖലീഫമാർ 4 പേരാണ്. ആരൊക്കെയാ? എല്ലാവരും പഠിക്കണം ഈ 4 ആളുകളുടെ പേരുകൾ. പേര് പഠിക്കൽ തന്നെ കൂലിയാണ്. ഒന്നാമത്തെ ആളാണ് ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ
റളിയല്ലാഹു അൻ. ഒന്നാമത്തെ ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻ. അബൂബക്കർ എന്താ? അബൂബക്കർ റളിയല്ലാഹു അൻ. ഇവിടെ ബ്രാക്കറ്റിൽ കണ്ട, ഇവിടെ ചെറുതായിട്ട് റളി എന്ന് മാത്രമേ എഴുതാറ്. അപ്പോൾ റളിയല്ലാഹു എന്നതിൻ്റെ ഷോർട്ടായിട്ട് എഴുതിയേക്കാണ് കേട്ടോ. അബൂബക്കർ റളിയല്ലാഹു അൻ. സഹാബികളുടെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു എന്ന് പറയണം. റളിയല്ലാഹു അൻഹു ഉണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആളാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. മറക്കല്ലേ. അപ്പോൾ ഖലീഫമാരിൽ 4 പേരിൽ ഒന്നാമത്തെ ആളാണ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടാമത്തെ ആൾ ഉമർ റളിയല്ലാഹു അൻ. രണ്ടാമത്തെ ആളുടെ പേരെന്താ? ഉമർ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു. ഇതേപോലെ എഴുതി പഠിക്കണേ. റളിയല്ലാഹു അൻഹു. അറബിയിൽ തന്നെ അങ്ങ് എഴുതി പഠിക്കുക, അതാണ് റാഹത്ത്. റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആളാരാ? മൂന്നാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവരെ ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ രസകരമായ ചരിത്രങ്ങളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാതെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു ഉണ്ടോ? നാലാമത്തത് അലിയുൻ റളിയല്ലാഹു അൻഹു. അലിയുൻ റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. ഈ 4 പേരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫമാരെന്നറിയപ്പെടുന്നത്. ഇവരുടെ ചരിത്രങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടോ? അപ്പോൾ ഖലീഫമാർ ആരൊക്കെയാ? 4 പേരാണ്. ആരൊക്കെയാ? കണ്ടോ ആരൊക്കെയാ? ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തത് അലിയുൻ റളിയല്ലാഹു അൻഹു. എല്ലാവരും കാണാൻ പഠിച്ചാ? ഒന്ന് കണ്ണടച്ചേ, കണ്ണടയ്ക്കൂ ഒന്ന് പറഞ്ഞേ കണ്ണടച്ചോണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലിയുൻ റളിയല്ലാഹു അൻഹു. ഈ 4 പേർ. ഇവർ 4 പേരും പൂർണ്ണമായും ഇസ്ലാമിക ശരീഅത്ത് എന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് ഭരണം നടത്തിയത്. ഇവരെ പറയപ്പെടുന്ന പേരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ. അപ്പോൾ അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് വെച്ചാൽ ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇവർക്ക് 4 പേർക്കൂടെ പറയപ്പെടുന്ന പേരാണ് അൽ ഖുലഫാ ഉർ റാഷിദൂൻ. എന്തായതിനർത്ഥം? സന്മാർഗദർശകരായ ഭരണാധികാരികൾ. അപ്പോൾ അൽ ഖുലഫാ ഉർ റാഷിദൂൻ്റെ അർത്ഥം എന്താ? സന്മാർഗദർശകരായ ഭരണാധികാരികൾ എന്നറിയപ്പെടുന്നു. നോക്കണേ, ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണവും അവരുടെ ജീവിത രീതികളും എക്കാലത്തേക്കും മാതൃകയാണ്. പ്രഗത്ഭ ചരിത്രകാരന്മാരും രാഷ്ട്ര നേതാക്കളും അവരുടെ ഭരണത്തെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിജി, ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഖലീഫ ഉമറിൻ്റെ ഭരണമാണ്. ഉമറിനെ പോലെയുള്ള ഒരാൾ ഈ രാജ്യം ഭരിക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രത്തോളം നീതിനിഷ്ഠയോടുകൂടിയാണ് ഉമർ ഭരണം നടത്തിയതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞു. അപ്പോൾ രാഷ്ട്ര നേതാക്കൾ, പ്രഗത്ഭ ചരിത്രകാരന്മാർ ഇവരൊക്കെ ഇവരെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണമാണ് അവരെ അതിന് പ്രാപ്തരാക്കിയത്. നബി തങ്ങളെ കണ്ടു പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചെടുത്തു. അതാണ് അവർ ഇത്രയും ഉന്നതരായത്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് നബി തങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ഖുലഫാ ഉർ റാഷിദുകൾ വ്യക്തിജീവിതത്തിലും ഭരണരംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിത മാതൃക പൂർണ്ണമായും പിൻപറ്റിയിരുന്നു. രാഷ്ട്രഭരണവും രാജ്യസമ്പത്തും അമാനത്തായി അവർ കണ്ടിരുന്നു. അമാനത്ത് എന്ന് വെച്ചാൽ എന്താ?
സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ. അമാനത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ. അപ്പം അമാനത്തായി കണ്ടു എന്ത്? രാഷ്ട്രഭരണം, രാജ്യത്തെ ഭരിക്കലും രാജ്യസമ്പത്ത്, രാജ്യത്തിൻ്റെ മുതൽ, അത് കൊള്ളയടിക്കാനുള്ളതല്ല, കൈയിട്ട് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെയോ രാഷ്ട്രസേവനവും രാഷ്ട്രഭരണവും രാജ്യസമ്പത്തും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്തായിട്ടാണ് അവർ കണ്ടത്, അമാനത്തായിട്ടാണ് കണ്ടത്. അപ്പോൾ ചോദിക്കാം, രാഷ്ട്രഭരണവും രാജ്യസമ്പത്തും എന്തായിട്ടാണ് അവർ കണ്ടത്? പറയൂ. അമാനത്തായി. അമാനത്തെന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലായിട്ട് അവർ കണ്ടു. നോക്കണേ, ശ്രദ്ധിക്കണേ, ഇവരാണ് ഖലീഫമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ ഈ 4 ഖലീഫമാരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഉമ്മത്തിലെ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ 4 പേരാണ്, ഈ ഖലീഫമാരാണ്. അവരുടെ ഭരണം നീതിനിഷ്ഠമായിരുന്നു. ഇവരുടെ മഹത്വം വെളിവാക്കുന്ന ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ്, ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. മുത്തുനബിയുടെ ഒരു ഹദീസ് കാണാതെ പഠിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലിയാണ്. നമ്മുടെ സ്ഥാനമാനങ്ങൾ 7 ആകാശത്തും അള്ളാഹു എഴുതി വെക്കും. അതുകൊണ്ട് പഠിച്ചോ. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഈ കിതാബിൽ പഠിക്കുന്ന ആദ്യത്തെ ഹദീസ്, ഫഅലൈക്കും ബിസുന്നതി, മറക്കല്ലേ, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഈ ഹദീസ് കാണാതെ പഠിക്കണേ. ഫഅലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ നിർബന്ധമാക്കുന്നു, നിങ്ങൾ മുറുകെ പിടിക്കുക, ബിസുന്നത്തി, എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ജീവിക്കുമ്പോൾ എൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കണം. അതുമാത്രം പോരാ, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗദർശികളായ സന്മാർഗചാരികളായ ഖുലഫാ റാഷിദീങ്ങളുടെയും ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് കാണാതെ പഠിക്കണം. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്ന ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് കാണാതെ പഠിക്കുക. എന്താ അർത്ഥം? എൻ്റെയും സന്മാർഗചാരികളായ ഖുലഫാ റാഷിദീങ്ങളുടെയും ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഈ 4 ഖലീഫമാരുടെയും ചര്യയെ പൂർണ്ണമായും പിൻപറ്റൽ ഇസ്ലാമിക സമൂഹത്തിന് നിർബന്ധമാണ്. ഇതാണ് പാഠം. ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ഖുലഫാ റാഷിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഇതിൻ്റെ ഖുലഫാ റാഷിദുകൾ രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ പ്രതിനിധികളായി ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുത്ത് ഭരണം നടത്തിയവരാണ് ഖലീഫമാർ എന്നറിയപ്പെടുന്നത്. അവർ 4 പേരാണ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. ഇവർ 4 പേരും പൂർണ്ണമായി ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചാണ് ഭരണം നടത്തിയത്. ഇവർ അൽ ഖുലഫാ റാഷിദൂൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഖുലഫാ റാഷിദീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. അവർ 4 പേരാണ്. ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ആദ്യ ഭരണാധികാരി ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യ ഭരണാധികാരി, പ്രവാചകൻ. ഏറ്റവും ഉത്തമമായ മാതൃക കാണിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഭരണാധികാരി. ഇനി അടുത്ത മൂന്നാമത്തത്, ഖുലഫായിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? അത് ആ ഹദീസ് അങ്ങ് എഴുതിയാൽ മതി. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെയും സന്മാർഗചാരികളായ ഖുലഫാ റാഷിദീങ്ങളുടെയും ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക. നാലാമത്തത്, രാഷ്ട്രഭരണവും രാജ്യസമ്പത്തും എന്തായിട്ടാണ് അവർ കണ്ടത്? അതിൻ്റെ ഉത്തരം അമാനത്തായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 ചോദ്യോത്തരങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഖിയാം 3 സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.